ശബരിമല സ്വർണ്ണ കവർച്ചയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കും എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ക്രൈംബ്രാഞ്ച് SP ശശിധരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുക. പ്രശാന്തിലേക്ക് പോകുന്നു. പ്രശാന്ത്, അവിടെ നിന്നും തത്സമയം നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ക്രൈംബ്രാഞ്ച് SP എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? രോഹിണി, തീർച്ചയായും അതുതന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൈംബ്രാഞ്ച് SP ഇനി എത്തേണ്ടിയിരിക്കുന്നു. മറ്റു ഉദ്യോഗസ്ഥർ, പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിരുന്നു. രാവിലെ തന്നെയാണ് അതായത് രാവിലെ തന്നെയാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. 7 മണിക്കൂറോളം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ആ കസ്റ്റഡി ഉണ്ടായ സമയത്തെല്ലാം വിശദമായ രീതിയിൽ ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചോദ്യം ചെയ്യൽ ഉടനീളമാണ് പരസ്പര വിരുദ്ധമായിട്ടുള്ള, അതായത് നേരത്തെ വിജിലൻസ് നൽകി അടക്കമുള്ള മൊഴികളിൽ നിന്നും അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങളാണ് അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളാണ് നിലവിൽ ലഭിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യലടക്കം നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കൂടുതൽ കടക്കുകയും ചെയ്യും. ഇനി അറസ്റ്റ് നടപടികളടക്കം അതിലേക്ക് കടക്കണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ എത്തും. അദ്ദേഹം ഇന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിൽ ഉണ്ടായിരുന്നു, ശബരിമലയിൽ സന്നിധാനത്തുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ തിരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയ ശേഷം, അതായത് ഈ ഇഞ്ചക്കൽ ഓഫീസിൽ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും തുടർന്നുള്ള അറസ്റ്റ് അടക്കമുള്ളവ രേഖപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോഴും ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇവിടെ തുടരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വൈദ്യപരിശോധന നടത്തം ഉണ്ടാക്കും എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് വൈദ്യപരിശോധന അടക്കം നടക്കുന്നതിലേക്ക് കടക്കുകയും ചെയ്യും. എന്തായാലും ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിരവധി വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിയാനുണ്ട്. ഈ സ്വർണം കൊള്ളയുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങളാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിൽ ചോദിച്ചറിയാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. കാരണം കോടതിയുടെ അടക്കം നിരീക്ഷണം കൂടി ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും വ്യക്തത വരുത്തിക്കൊണ്ട് മാത്രമേ ഈ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നൊരു കാര്യം കൂടി ഈ വിഷയത്തിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ വിവരങ്ങൾ ഈ കഴിഞ്ഞ കാലം ഇത്രയും ദിവസങ്ങൾ സംഭവിച്ച കാര്യങ്ങളടക്കം, അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി കടത്തുന്നതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ആരൊക്കെ പങ്ക് അടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ കൽപ്പേഷുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിഗൂഢതകൾ അതെല്ലാം നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിരവധി വിവരങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദിച്ച് അറിയേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഹിണി, ശരി. പ്രശാന്ത്, തുടരുക. രാജീവിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. രാജീവ്, ദുരൂഹത മാറി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനായി കൂടുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്താൽ മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളത് അന്വേഷണ സംഘത്തിനും അറിയാം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരു വ്യക്തി മാത്രമല്ല ഇതിന് പിന്നിലെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇതിന് കൂട്ടുനിന്നവർ ആരൊക്കെയാണ് സഹായിച്ചത്, സ്വർണം തട്ടിയ രീതി എങ്ങനെ, അങ്ങനെയാണെങ്കിൽ തട്ടിയ സ്വർണം ആർക്കൊക്കെ പങ്കിട്ട് കൊടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടേണ്ടതുണ്ട്. അതുകൊണ്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ. കൃത്യമായ വിശദ വിവരങ്ങൾ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. ഇനി SP ശശിധരൻ കൂടി എത്തി ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിച്ചേരുന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? രോഹിണി, തീർച്ചയായും 2 FIRകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്ന് കട്ടിളപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ സംഭവമാണ്. 2019 മാർച്ചിലാണ് കട്ടിളപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. പിന്നീട് 2019 ജൂലൈയിലാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോകുന്നത്. ഈ രീതിയിൽ 2 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ടിലും ഒന്നാം പ്രതിയായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മാത്രമല്ല ഇതിൽ കൽപേഷ് എന്ന ആളുടെ പങ്കാണ് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. ഈ കൽപേഷിനാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഈ കട്ടിളപ്പാളികളിലെ
ശില്പത്തിലെയും മറ്റും സ്വർണം നൽകിയത്, ദ്വാരപാലക ശില്പത്തിലെയും മറ്റും സ്വർണം നൽകിയിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് കൽപേഷിനാണ്. ഈ കൽപേഷിൻ്റെ പങ്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരണം. കൽപേഷിൻ്റെ കൈവശമാണ് നിലവിൽ സ്വർണം ഉള്ളത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ ഇന്ന് സന്നിധാനത്ത് വീണ്ടും SITയുടെ പ്രത്യേക സംഘം അന്വേഷണം നടത്തിയത്. ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തിയത്. ആ സമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നു. ഇതിനുശേഷമാണ് SITയുടെ നേതൃത്വത്തിൽ സന്നിധാനത്ത് പരിശോധന നടത്തുന്നത്. ഇപ്പോൾ SITക്ക് നേതൃത്വം നൽകുന്ന SP ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. അതായത് ഈ കൽപേഷിന് എന്തിന് സ്വർണം നൽകി, ആര് പറഞ്ഞിട്ടാണ് ഈ സ്വർണം നൽകിയത്, മാത്രമല്ല കൂടുതൽ വ്യക്തത വരേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കേണ്ടതായുണ്ട്. അതിന് അന്വേഷണ സംഘത്തിന് നിലവിൽ പരിമിതിയുണ്ട്. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം. 2 FIRകളും സമർപ്പിച്ചിരിക്കുന്നത് റാന്നി കോടതിയിലാണ്. കാരണം ശബരിമല നിൽക്കുന്നത് ഈ പത്തനംതിട്ട റാന്നി കോടതിയുടെ പരിധിയിലായതിനാലാണ് റാന്നി കോടതിയിൽ ഈ FIRകൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ FIRകളുടെ അടിസ്ഥാനത്തിൽ റാന്നി കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ട് ഹാജരാക്കും. ഇതിനുശേഷം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. ഈ കസ്റ്റഡി അപേക്ഷ നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ ഉടൻ തന്നെ വിശദമായ അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കും. മാത്രമല്ല 2 ദിവസത്തിനകം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. 10 ദിവസം കൂടുമ്പോൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിക്ക് പുറമെ ഹൈക്കോടതിയുടെ കൂടി പ്രത്യേക നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി വളരെ കർശനമായി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതീവ രഹസ്യമായ അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങളിൽ നിന്ന് വരെ പല കാര്യങ്ങളും അന്വേഷണ സംഘം ഒളിച്ചു വെക്കുന്നത്. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്, പലരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നു. ദേവസ്വം വിജിലൻസിന് ഉൾപ്പെടെ നൽകിയ മൊഴികൾ ഇപ്പോൾ മാറ്റി പറയുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്തരമൊരു തട്ടിപ്പ് നടക്കില്ല. വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് അവിടെ നടന്നു എന്ന് തന്നെയാണ് ഹൈക്കോടതി പോലും കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അവിടെ തട്ടിപ്പ് നടന്നിട്ടില്ല, ക്രമക്കേട് നടന്നിട്ടില്ല എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ആർക്കും കഴിയില്ല. മാത്രമല്ല ദേവസ്വം വിജിലൻസിൻ്റെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിലുണ്ട്. അതിൽ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ബോർഡിലെ ചില അംഗങ്ങൾ തീരുമാനമെടുപ്പിച്ചു എന്നാണ്. അക്കാര്യം പരിശോധിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അത് പരിശോധിക്കാനുള്ള ബാധ്യതയുണ്ട്. കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ബാധ്യതയുണ്ട്. 6 ആഴ്ചയാണ് അന്വേഷണം പൂർത്തിയാക്കാനുള്ള സമയം നൽകിയിരിക്കുന്നത്. അതിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം. അതുകൊണ്ട് തന്നെ നടപടികൾ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ അതിവേഗം പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കി SITയുടെ മേധാവി SP ശശിധരൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തെത്തും. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. നാളെ തന്നെ ഈ റാന്നി കോടതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിക്കും. അതിനുശേഷമാണ് മറ്റു നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. രോഹിണി. ശരി രാജീവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. ക്രൈംബ്രാഞ്ച് SP ശശിധരൻ എത്തിച്ചേർന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.